മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലടക്കം ചൂടും മഴയും നിറഞ്ഞിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം ചില ജില്ലകളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ സമയങ്ങളിൽ അതികഠിനമായിട്ടുള്ള ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഇതേ അവസ്ഥ തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളിലും അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും തന്നെ അത്ര ശുഭകരമല്ല. കാരണം അവിടെ അതികഠിനമായിട്ടുള്ള ചൂടിൽ വലയുകയാണ് അവിടെയുള്ള ജനങ്ങൾ. ഈ വർഷം യൂറോപ്പിൽ അസാധാരണമായ വിധമാണ് ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മരണസംഖ്യയും ഭയാനകമായ വിധമാണ് അവിടെ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. വേനൽ ആരംഭത്തിൽ തന്നെ എത്തിയ അതിതീവ്ര ഉഷ്ണതരംഗം യൂറോപ്പിൽ 14,000 പേരുടെ മരണത്തിന് ഇടയാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. യൂറോപ്പിലെ മരണനിരക്ക് രേഖപ്പെടുത്തുന്ന യൂറോമോമോ 24ഓളം രാജ്യങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ജൂൺ 28 അവസാനിച്ച ഒരാഴ്ചയിൽ 14,260 അധിക മരണങ്ങൾ രേഖപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ 12,000-ൽ ഏറെ പേർ 65 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരായിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മൊത്തം 84,583 മരണങ്ങളായിരുന്നു ആ ആഴ്ച രേഖപ്പെടുത്തിയത്. ഏതായാലും തുടർന്നുള്ള ആഴ്ചകളിൽ മരണനിരക്ക് കുറവായിരുന്നു. നിരവധി യൂറോപ്യൻ രാജ്യങ്ങളെ വെന്തിരിച്ച ഉഷ്ണതരംഗമാണ് സാധാരണയിൽ അധികമായി മരണനിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയതെന്നും യൂറോമോമോ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഡെൻമാർക്കിലെ സ്റ്റേറ്റ് ആൻഡ് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് വക്താവ് പറയുന്നുണ്ട്. അതായത് മരണസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുമ്പോഴും അവിടെ മരണപ്പെടുന്നവരുടെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് അതിൽ ഏറ്റവും അധികം മരണപ്പെടുന്നത്. നിലവിൽ മരണം ഇത്രയധികം വർദ്ധിക്കാൻ മറ്റൊരു കാരണമില്ലെന്നും വക്താവ് ചൂണ്ടിക്കാണിച്ചു. ഏതെല്ലാം രാജ്യങ്ങളിൽ എത്ര വീതമാണ് അധിക മരണങ്ങൾ നടന്നതെന്ന കണക്ക് യൂറോമോമോ പുറത്തുവിട്ടിട്ടില്ല. UK-യിൽ ഏകദേശം 2,700 പേർ അമിത താപവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ മരണമടഞ്ഞതായി മെറ്റ് ഓഫീസ് അറിയിച്ചിരുന്നു. അധിക മരണനിരക്ക് എന്ന് ഗവേഷകർ വിളിക്കുന്ന അളവുകൾ സാധാരണയായി പ്രതീക്ഷിക്കുന്ന മരണസംഖ്യയും യഥാർത്ഥ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ്. ജൂൺ അവസാനത്തോടെ കുതിച്ചുയർന്ന അന്ന് യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിൽ റെക്കോർഡ് താപനിലയാണ് അനുഭവപ്പെട്ടത്. പൂർണ്ണമായ ഒരു ചിത്രം പുറത്തു വരാൻ കുറച്ചു സമയം എടുക്കുമെന്നും ചൂടുമായി ബന്ധപ്പെട്ട പല മരണങ്ങളും ഒരിക്കലും ഔദ്യോഗികമായി അങ്ങനെ രേഖപ്പെടുത്തിയില്ലെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഉദാഹരണത്തിന് പ്രത്യേകിച്ച് പ്രായമായവരിലോ അടിസ്ഥാനപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിലോ അമിതമായ ചൂടിനാൽ സംഭവിക്കാവുന്ന ഹൃദയാഘാതം മരണ സർട്ടിഫിക്കറ്റിൽ ഹൃദയാഘാതമായി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മെയ് മുതൽ ജൂൺ മാസങ്ങളായി ഇംഗ്ലണ്ടിലും വെയിൽസിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗ കാലത്തെ കണക്കുകളാണിത്. ഇതിൽ 550 മരണങ്ങൾ മെയ് അവസാന വാരത്തിലും 2,200 മരണങ്ങൾ ജൂൺ അവസാന വാരത്തിലുമാണ് നടന്നത്. പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കുള്ള ജലവിതരണവും തടസ്സപ്പെടുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജലവിതരണം നടത്തുന്ന പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പടിഞ്ഞാറൻ ലണ്ടനിലെ ആയിരക്കണക്കിന് വീടുകളിലാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ മണിക്കൂറുകളോളം ജലവിതരണം തടസ്സപ്പെട്ടത്. ചിസ്വിക്കിലെ W4 പ്രദേശത്തെ വീടുകളാണ് രാത്രി വൈകിയും ജലവിതരണം തടസ്സപ്പെട്ടത്. തുടർന്ന് ഈ പ്രശ്നം ഷെപ്പേർഡ്സ് ബുഷ്, വൈറ്റ് സിറ്റി, ആക്സൺ തുടങ്ങിയ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. ഇതോടെ മണിക്കൂറുകളോളം കുളിക്കാനോ പാത്രങ്ങൾ കഴുകാനോ എന്തിനധികം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ കഴിയാതെ മണിക്കൂറുകളോളമാണ് അവിടുത്തെ പ്രദേശവാസികൾ ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. പ്രദേശത്തെ ഒരു പൈപ്പ് പൊട്ടിയതാണ് ജലവിതരണം തടസ്സപ്പെടാൻ ഇടയാക്കിയതെന്നാണ് പിന്നീട് അവിടുത്തെ ഭരണാധികാരികൾ ഉപഭോക്താക്കളെ അറിയിച്ചിരുന്നത്. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞാണ് പിന്നീട് ആ പൈപ്പ് ലൈൻ അവിടെ എന്താണ് സംഭവിച്ചത് പൊട്ടൽ കണ്ടെത്തിയത്. ഇതിനോടകം തന്നെ പലയിടങ്ങളിലും വെള്ളം കിട്ടാതെ അലയുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. പലയിടങ്ങളിലും കുറഞ്ഞ മർദ്ദത്തിൽ ജലം എത്തിയപ്പോൾ ചില പ്രദേശങ്ങളിൽ ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേടുപാടുകൾ തീർക്കുന്ന ജോലി രാത്രി ഏറെ വൈകിയും ചെയ്തെന്നും റിപ്പോർട്ടുകളുണ്ട്. വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോടെ കേടുപാടുകൾ തീർക്കുന്ന ജോലി പൂർണ്ണമായും പൂർത്തിയാകുമെന്നാണ് അവിടുത്തെ വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. വേനൽക്കാലത്തിന്റെ ഭയാനകമായ തുടക്കമാണ് ഇതിനൊക്കെ ഒരു കാരണമെന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യൂറോപ്പിൽ നിരവധി ഉഷ്ണതരംഗങ്ങൾ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും 2003 യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ചൂട് ബാധിച്ച വർഷമായി തുടരുന്നു. ഏകദേശം 70,000 പേരാണ് അവിടെ മരിച്ചത്. കൽക്കരി, എണ്ണ, വാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം ഉഷ്ണതരംഗങ്ങളുടെ ആവൃത്തിയും തീവ്രതയും വർദ്ധിപ്പിക്കുന്നു.
2 ഡസൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഡാറ്റ സ്വീകരിക്കുന്ന യൂറോമോമോ മോർട്ടാലിറ്റി മോണിറ്ററി ഹബ്ബ് പറയുന്ന കണക്കുകൾ അനുസരിച്ചിട്ടാണ് അവിടെ ഓരോ ആഴ്ചയിലും മരണസംഖ്യ ഉയരുന്ന അതിഭയാനകമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നത്. അതിൽ ഏറെയും പ്രായം ചെന്നവരാണ് എന്നുള്ളതാണ്. മാരകമായ ഉഷ്ണതരംഗം സ്മാർട്ട് ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും അമിതമായി ചൂടാകാനും കാരണമാകുന്നുണ്ട്. തൽഫലമായി പലരും തങ്ങളുടെ ഉപകരണങ്ങൾ തണുപ്പിക്കാൻ ഫ്രിഡ്ജുകളിലും ഫ്രീസറുകളിലും ഇടുന്നു. മനുഷ്യർ നയിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുമെന്നാണ് പല ശാസ്ത്രജ്ഞരും ആരോപിക്കുന്നത്. വേനൽക്കാലത്തിന്റെ തുടക്കത്തിലെ തുടർച്ചയായ ഉഷ്ണതരംഗങ്ങൾ ഭൂഖണ്ഡത്തിന്റെ വലിയ ഭാഗങ്ങളിൽ താപനിലയെ അത്ഭുതപൂർവമായ നിലവാരത്തിലേക്കും തള്ളിവിട്ടു. ഇത് ജലക്ഷാമം, വിളനാശം, കാട്ടുതീ, ആയിരക്കണക്കിന് മരണങ്ങൾ എന്നിവയ്ക്കും കാരണമായി. വെള്ളിയാഴ്ച പടിഞ്ഞാറൻ യൂറോപ്പിലുടനീളം ശരാശരി ഉയർന്ന താപനില 27.5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതായത് 81.5 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇത് 1961 മുതൽ 1990 വരെയുള്ള ജൂലൈ 17 സാധാരണ ഉയർന്ന താപനിലയേക്കാൾ 4.2 ഡിഗ്രി കൂടുതലാണ്. ചൂട് കുറഞ്ഞതോടെ ചില സ്ഥലങ്ങളിൽ ശക്തമായ കൊടുങ്കാറ്റുകൾക്കും വഴിയൊരുങ്ങിയിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീണതിനാലോ ഇടിമിന്നലേറ്റതിനാലോ മധ്യകിഴക്കൻ ഫ്രാൻസിൽ 2 പേരും ജർമ്മനിയുടെ തെക്കൻ സംസ്ഥാനമായ ബാഡൻ വൂർട്ടൻബർഗിൽ ഒരാളും മരിച്ചു. സൂപ്പർ സെൽ എന്ന പേരിൽ ഉണ്ടായ ഇടിമിന്നൽ ശക്തമായ കാറ്റും 5 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ ആലിപ്പഴ വർഷവും ഉണ്ടായി. ആലിപ്പഴം കാരണം സ്റ്റുട്ട്ഗാർട്ടിന് പുറത്തുള്ള ഒരു മോട്ടോർവേ പാലത്തിനിടയിൽ ഡ്രൈവർമാർ അഭയം തേടി. വെള്ളിയാഴ്ചയും സംസ്ഥാനത്തെ താമസക്കാർക്ക് കഠിനമായ കാലാവസ്ഥ പ്രതീക്ഷിക്കണമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വടക്കുകിഴക്കൻ ജർമ്മനിയിൽ മൊയറിറ്റ്സ് ദേശീയോദ്യാനത്തിൽ ഒരാഴ്ചയോളം കത്തിക്കൊണ്ടിരിക്കുന്ന കാട്ടുതീ അണയ്ക്കാൻ മഴ പെയ്യുമെന്നും അഗ്നിശമന സേനാംഗങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. മുൻ സൈനിക പരിശീലന കേന്ദ്രത്തിലെ പൊട്ടിത്തെറിക്കാത്ത വെടിമരുന്ന് അവരുടെ ശ്രമങ്ങൾക്ക് തടസ്സമായി. ശനിയാഴ്ചയും താപനില വീണ്ടും ഉയരാൻ തുടങ്ങുമെന്നും അടുത്ത ആഴ്ച ആൻഡലൂഷ്യൻ ലാ മഞ്ച മേഖലകളിലെ ചില ഭാഗങ്ങളിൽ 42 മുതൽ 44 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്നും സ്പെയിനിന്റെ കാലാവസ്ഥാ ഏജൻസികൾ ഈ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വടക്കേ ആഫ്രിക്കയിൽ നിന്നുള്ള ചൂടുള്ളതും വരണ്ടതുമായ വായു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും എത്തുന്നതിനാൽ കടുത്ത കാട്ടുതീ സാധ്യതയുണ്ടെന്ന് പ്രവാചകർ മുന്നറിയിപ്പ് നൽകി. അരഗോണിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലെ ഓറസിനടുത്തുള്ള കാട്ടുതീ ഒറ്റ രാത്രി കൊണ്ട് 12,000 ഹെക്ടറിലധികം വിസ്തൃതിയിലേക്ക് വ്യാപിച്ചു. തീ നിയന്ത്രിക്കാൻ 300 സൈനിക അടിയന്തര പ്രതികരണക്കാരെ വിന്യസിച്ചു. ഹെലികോപ്റ്ററുകൾ തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരേ സമയം 5 വിമാനങ്ങൾ വരെ വെള്ളം നിറച്ചു. മാൻഡ്രിഡിന് സമീപവും ഗ്വാഡലജാര പ്രവിശ്യയിലുമുണ്ടായ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ പ്രവർത്തിച്ചിരുന്നു. ഏകദേശം 1500 ഹെക്ടർ കത്തി നശിച്ച ഇവിടെ മുൻകരുതലിന്റെ ഭാഗമായി ഒരു വേനൽക്കാല ക്യാമ്പ് ഒഴിപ്പിച്ചു. ഒരാഴ്ച മുമ്പ് സ്പെയിനിലെ ഏറ്റവും മാരകമായ കാട്ടുതീകളിൽ ഒന്നായ അൽമേരിയയിൽ കുറഞ്ഞത് 13 പേരുടെ ജീവൻ അപഹരിച്ചിരുന്നു. അവരിൽ ഭൂരിഭാഗവും വിദേശികളായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊള്ളുന്ന പുതിയ ഉഷ്ണതരംഗങ്ങൾ മൂലം യൂറോപ്പ് കൂടുതൽ മാരകമായ ആഴ്ചകളായിരിക്കും ഇനി നേരിടേണ്ടി വരുമെന്നാണ് കഴിഞ്ഞ ആഴ്ച ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയത്.